ഓസ്ട്രേലിയൻ PR-ന് അപ്ലൈ ചെയ്യുമ്പോഴുള്ള ജനറൽ റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ എലിജിബിലിറ്റി എന്തൊക്കെയാണ്? ഏറ്റവും ബേസിക് ആയിട്ട് പറയേണ്ടത് ഒരു പ്രോപ്പർ ഗ്രാജുവേഷൻ നമ്മുടെ നാട്ടിലുള്ള ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പഠിച്ചിരിക്കുന്ന അതേ ഒരു ഫീൽഡിലുള്ള എക്സ്പീരിയൻസ്, പിന്നെ നമ്മുടെ ഏജ് എലിജിബിലിറ്റി, ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് ഒരു ഓസ്ട്രേലിയൻ PR-ലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ടി വരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് നമുക്ക് പാത്വേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ട്രെയിനിങ് വിസ ത്രൂ അല്ലെങ്കിൽ ഒരു എംപ്ലോയർ സ്പോൺസർഡ് വിസ ത്രൂ ഒക്കെ പോയിട്ട് നമുക്ക് PR-ലേക്ക് പാത്വേസ് കിട്ടും. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ സ്റ്റുഡൻ്റ് ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാത്വേസ് ഉണ്ടാവും. അതല്ലെങ്കിൽ പിന്നെ ഉള്ളത് നമ്മൾ ഈ പറയുന്ന മാതിരി ഇവിടെ നിന്ന് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് PR-ലേക്ക് പോവുക എന്നുള്ളതാണ്. ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡിൻ്റെ വാലിഡിറ്റി നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കാണിക്കുന്നതിനനുസരിച്ചാണ്, സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുന്നതിനനുസരിച്ച്. ഇപ്പോൾ 6 മാസത്തെ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ആയിട്ടാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 6 മാസത്തെ വാലിഡിറ്റി ഉള്ള വിസയും, അതേമാതിരി തന്നെ നമ്മൾ 1 വർഷത്തേക്ക് ഉള്ള ബ്ലോക്ക്ഡ് അക്കൗണ്ട് കാണിക്കുന്നുണ്ടെങ്കിൽ 1 വർഷത്തെ വാലിഡിറ്റി ഉള്ള വിസയായിട്ടാണ് വരുന്നത്. ഇനി ഇതിൻ്റെ എക്സ്റ്റൻഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ 2 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന വിസയാണ് ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറയുന്നത്. അതിനവിടുത്തെ ഫോറിനേഴ്സ് രജിസ്ട്രേഷൻ ഓഫീസിലാണ് നിങ്ങൾ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്.